ഇന്ന് ചേർന്ന നിയമസഭാ യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തത്. സഞ്ജീവ് ഝാ MLA ആണ് അതിഷിയുടെ പേര് നിർദ്ദേശിച്ചത്. അതിഷി മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുമുണ്ട്. എന്നിൽ വിശ്വാസമർപ്പിച്ച ആം ആദ്മിയുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനും പാർട്ടിക്കും നന്ദി. ജനങ്ങളുടെ ശബ്ദമായി നിയമസഭയിൽ ആം ആദ്മി മാറും. BJP പ്രഖ്യാപിച്ച എല്ലാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പാലിക്കപ്പെടാൻ ഞങ്ങൾ വഴിയൊരുക്കും, അവർ പറഞ്ഞു. അതേസമയം ഡൽഹി നിയമസഭയിൽ ആദ്യ സമ്മേളനം നാളെ ആരംഭിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ മുൻ സർക്കാരിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള CAG റിപ്പോർട്ടുകൾ സഭയിൽ അവതരിപ്പിക്കുമെന്ന് BJP അറിയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 5 നടന്ന തെരഞ്ഞെടുപ്പിൽ 70 നിയമസഭാ സീറ്റുകളിൽ 48 എണ്ണവും നേടിയാണ് BJP തലസ്ഥാനത്ത് വീണ്ടും അധികാരത്തിൽ വന്നത്. ആം ആദ്മി പാർട്ടിക്ക് 22 സീറ്റുകളാണ് ലഭിച്ചത്. കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൽഗാജി നിയോജക മണ്ഡലത്തിൽ BJPയുടെ രമേശ് ബിധുരിയെ പരാജയപ്പെടുത്തിയാണ് അതിഷി നിയമസഭയിലെത്തിയത്. ആം ആദ്മിയിലെ പ്രമുഖ നേതാക്കളായ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും പരാജയപ്പെട്ടത് പാർട്ടിയെ കടുത്ത ക്ഷീണത്തിലാക്കിയിരുന്നു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.